ഹായ്, ഞാൻ മുന്നേ മേക്കപ്പിന് ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറിന്റെ വീഡിയോ ഇട്ടു. കുറച്ച് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചോദിച്ചു, പെയ്ഡ് പ്രൊമോഷൻ ആണോ, കൊളാബ് ആണോ, അതേപോലെ മോയ്സ്ചറൈസർ എങ്ങനെ ഉണ്ടെന്നൊക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, മേക്കപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ അടിയിൽ യൂസ് ചെയ്യുന്ന ഒരു ഹൈ എൻഡ് മോയ്സ്ചറൈസർ ആയിരുന്നു ഈ എംബ്രോയിസ്. അതിന്റെ ഒരു ഡ്യൂപ്പ് കണ്ട സന്തോഷത്തിലാണ് ഞാൻ ആ വീഡിയോ ഇട്ടിരുന്നത്. അതൊരു ജെന്യൂൻ റിവ്യൂ ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ആ മോയ്സ്ചറൈസർ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിട്ട്, അപ്പോൾ ആ വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു, അതൊരു മേക്കപ്പിന്റെ അടിയിൽ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ പ്ലസ് പ്രൈമർ കോമ്പിനേഷൻ ആണ്. എന്ന് വെച്ചാൽ ഫൗണ്ടേഷനും കൺസീലറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സ്കിൻ പ്രെപ്പിന് യൂസ് ചെയ്യുന്നതാണത്. നമുക്കൊരു ഡെയിലി വെയറിന് ഒരു കോമ്പിനേഷന്റെ ആവശ്യമില്ല. ഒരു ബേസിക് ഹൈഡ്രേഷൻ, ഒരു മോയ്സ്ചറൈസർ മാത്രം മതി. മോയ്സ്ചറൈസറിന്റെ കാര്യം വെച്ചാൽ ഓരോ സ്കിൻ ടൈപ്പിനും ഓരോ മോയ്സ്ചറൈസർ ആയിരിക്കും സൂട്ട് ആവുക. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഫൈൻഡ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ ട്രൈ ചെയ്തിട്ട് നമ്മുടെ ഗോ ടു മോയ്സ്ചറൈസർ ഏതാന്നുള്ളത് ഫൈൻഡ് ചെയ്യാം. അപ്പൊ എന്റെ ഒരു മോയ്സ്ചറൈസറിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്റെ ഒരു നോർമൽ സെൻസിറ്റീവ് സ്കിൻ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ പ്രോഡക്ട്സ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ഡോവിന്റെ മോയ്സ്ചറൈസർ, പോൺസ്, നിവ്യ ഇതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ സെറ്റാഫിൽ ആക്ച്വലി എനിക്ക് തീരെ സെറ്റ് ആവാത്ത ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ശരിക്കും അത് സെൻസിറ്റീവ് സ്കിന്നിന് പറ്റാന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് അതൊരു ഫസ്റ്റ് ടൈം യൂസ് തന്നെ റാഷ് വന്നൊരു മോയ്സ്ചറൈസർ ആണ്. പിന്നെ ഞാൻ കുറെ ബേബി പ്രോഡക്ട്സ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സെവാമെഡിനും ഇതേപോലെ റാഷസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ആ സമയത്താണ് ഞാൻ വൈറലായിട്ടുള്ള ന്യൂട്രിഡോമിന്റെ മോയ്സ്ചറൈസർ, ഇതാണ് എന്റെ ഗോ ടു മോയ്സ്ചറൈസർ. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4 to 5 years ഒക്കെ ഇതിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവരെ എനിക്ക് ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടൈപ്സിനും പറ്റും. എക്സ്ട്രീം ഓയിലി ആയിട്ടുള്ള ആൾക്കാർക്ക് പോർസ് ക്ലോഗ് ആവാറുണ്ട് എന്ന് പറയാറുണ്ട്. അതുപോലെ എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഇത് മതിയാവില്ല. അങ്ങനെ എനിക്കും എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള ആ സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് ഫിസിയോജെല്ലിന്റെ. ഇത് ഒരു ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്തൊരു മോയ്സ്ചറൈസർ ആണ്. ആ എക്സ്ട്രീം ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ്. ഒരു 2-3 യൂസ് തന്നെ നമുക്ക് ഇഷ്യൂ മാറും. പിന്നെ ഞാൻ ബാക്ക് ടു നമ്മുടെ നോർമൽ മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്യും. മേക്കപ്പ് പ്രോഡക്ട്സിനോടുള്ള പാഷൻ കൊണ്ടും ഓരോ പ്രോഡക്ട്സ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ പ്രോഡക്ട്സ് ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ ട്രൈ ചെയ്തൊരു പ്രോഡക്റ്റ് ആണ് ഇതാണ്. ഇത് ഡോട്ട് ആൻഡ് കീന്റെ ഒരു മോയ്സ്ചറൈസർ ആണ്. ഇതൊരു ഡ്യൂയി ഫിനിഷ് ഉള്ള മോയ്സ്ചറൈസർ ആണ് കേട്ടോ. നമ്മുടെ മേക്കപ്പിന്റെ അടിയിലും അല്ലാതെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് ഇത്. അതേപോലെ വൈറലായിട്ടുള്ള കോസാറെക്സിന്റെ മോയ്സ്ചറൈസർ ഇല്ലേ, ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൈറ്റ് ടൈം ആയിരുന്നു യൂസ് ചെയ്യാറ്. പക്ഷേ ഇതിൽ പറയുന്ന ഒരു ഹൈപ്പ് ഒന്നും എനിക്ക് കുറച്ച് നാൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ റിസർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ കൂടെ ഒരു ടോണർ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ മോയ്സ്ചറൈസർ സെറ്റ് ആവുന്നുള്ളത്. അതേപോലെ നൈക്കിൽ എനിക്ക് വേറൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തപ്പോൾ അതിന്റെ കൂടെ കിട്ടിയ ഒരു സാമ്പിൾ മോയ്സ്ചറൈസർ ആണ് ബയോഡെർമയുടെ അറ്റോഡം എന്ന് പറഞ്ഞിട്ടുള്ള. പക്ഷേ ഇത് നല്ലൊരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. എനിക്ക് ന്യൂട്രിഡെർമിനെ പോലെ തന്നെ ഓൾമോസ്റ്റ് ഇഷ്ടമായ ഒരു മോയ്സ്ചറൈസർ ആണ് ഇത്. ഒരു ഓയിലി സ്കിന്നോ ആക്നെ പ്രോൺ സ്കിന്നോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മോയ്സ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യും. അപ്പോൾ ഇതുവരെ മോയ്സ്ചറൈസർ ഒന്നും സെറ്റ് ആവാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോഴും നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന 2 മോയ്സ്ചറൈസറിൽ ഒന്ന് ഈ ന്യൂട്രിഡെർമിന്റെ മോയ്സ്ചറൈസറും ഈ ബയോഡെർമയുടെ അറ്റോഡം മോയ്സ്ചറൈസറും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കും.